നമ്മുടെ തായ്ലൻഡ് പവലിയൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് മാംഗോ ടാങ്കോ എന്ന് പറയുന്ന ഈ ഒരു ഷോപ്പ് ഉള്ളത്. ഞാൻ അവരുടെ മെനു ജസ്റ്റ് കണ്ണോടിച്ച് നോക്കി. അപ്പോൾ നമ്മുടെ മാംഗോ സ്റ്റിക്കി റൈസ് എഴുതിയിട്ട് ദി മോസ്റ്റ് ഫേമസ് തായ് ഡെസേർട്ട് എന്നാണ് അതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ അതൊരെണ്ണം ഓർഡർ ചെയ്തു. വിത്ത് ഐസ്ക്രീം 35ഉം വിത്തൗട്ട് ഐസ്ക്രീം ആണെങ്കിൽ 30 ആണ് മാംഗോ സ്റ്റിക്കി റൈസിൻ്റെ ഈ ഒരു റേറ്റ് വരുന്നത്. അപ്പോൾ നമ്മുടെ മാംഗോ സ്റ്റിക്കി റൈസ് ട്രൈ ചെയ്ത് നോക്കണേ. ഒരു പീസ് മാംഗോയും റൈസും പിന്നെ കൊക്കനട്ടിൻ്റെ ആ ഒരു സോസും കൂടി നമുക്ക് നോക്കാം. മാംഗോ സ്റ്റിക്കി റൈസ് വിത്ത് കൊക്കനട്ട് ആൻഡ് മാംഗോ ഐസ്ക്രീം. ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ അതിനുണ്ടായിരുന്നത്. ഒരു തവണ ആഹാന കൃഷ്ണ ഇത് വൈറലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൊട്ട് തുടങ്ങിയതാണ് ഈ ഒരു ഐറ്റം എന്തായാലും ഒന്ന് കഴിക്കണം എന്നുള്ളത്. അപ്പോൾ ഇനി ആരെങ്കിലും നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അങ്ങനെ അത് കഴിച്ചതിന് ശേഷം ഞങ്ങൾ അടുത്തായിട്ട് എത്തിയത് നമ്മുടെ ഫൺ ഡെസ്റ്റിനേഷനിലേക്കായിരുന്നു. ഇതിനു മുൻപ് ഗ്ലോബൽ വില്ലേജിൽ വന്നപ്പോഴൊക്കെ ഓരോ രാജ്യത്തിൻ്റെയും പവലിയൻസിൽ കയറി ഇറങ്ങി അവിടുത്തെ അവരുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഓരോ പരിപാടികളും നമ്മൾ ആസ്വദിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇത്തവണ പോയപ്പോഴാണ് ഗ്ലോബൽ വില്ലേജ് ശരിക്കും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയത്. അതിനുള്ള കാരണം നമ്മുടെ പിള്ളേർ തന്നെയാണ്. അവരുടെ സന്തോഷമാണല്ലോ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. അപ്പൂസിന് വിചാരിച്ചതുപോലെ പല റൈഡുകളിലും അവന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. കാരണം ചില റൈഡുകളിൽ പിള്ളേർക്ക് ഇത്ര ഹൈറ്റ് വേണം എന്നുള്ളൊരു റിക്വയർമെൻറ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് പലതിലും അപ്പൂസിനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നതാണ് സത്യം. എന്നിരുന്നാൽ പോലും കയറിയ റൈഡുകളിലെല്ലാം അവൻ ഹാപ്പി ആയിരുന്നു. അത് മതിയല്ലോ. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ പാർട്ടായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. അതുവരേക്കും ബൈ.